ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്ടടയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം ശർക്കരയും അതുപോലെ തന്നെ അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ അരിച്ച് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും അഴുക്ക് ഇതിനകത്തിലുണ്ട്. അപ്പോൾ ഇനി ഈ ശർക്കരപ്പാൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. തേങ്ങ ഇതുപോലെ ശർക്കരയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓട്ടടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ശർക്കരയും തേങ്ങയും ഇതേപോലെ വഴറ്റിയെടുക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനും പറ്റും. തേങ്ങയിലേക്ക് ശർക്കര ചീകി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നല്ലതുപോലെ ക്ലീൻ ആയിട്ടുള്ള ശർക്കര ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ നമ്മൾ വിളയിച്ചെടുത്തിട്ട് ഫില്ലിങ്സ് ഒക്കെ ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോഴേ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്ന അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാമെങ്കിൽ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടും. ഒരുപാടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തേങ്ങയും ശർക്കരയും ഏലക്കയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഓട്ടട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അവൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമുക്ക് ഫില്ലിങ്സ് ഒക്കെ കുറച്ച് കൂടുതൽ വെക്കാനും കാണും കേട്ടോ. അപ്പം അവൽ ചേർത്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു ടേസ്റ്റാണ് അവലും കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അവൽ ചേർത്തപ്പോൾ തന്നെ നമ്മുടെ ആ ശർക്കരപ്പാനിയൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇനി ഈ ഏലക്കയുടെ കൂടെ ജീരകവും കൂടി ചേർത്ത് പൊടിച്ചെടുക്കുക. നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മാത്രമേ ആകാവൂ. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കരുത്. അങ്ങനെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ ഓട്ടട ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടി അല്ലാതെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഞാൻ ഇതുപോലൊരു സ്പാച്ചില വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ആദ്യം തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഒഴിച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് ഒരുപാട് വെള്ളം കൂടി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഇതിന് അത്യാവശ്യം വെള്ളം വേണം. ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. കുറച്ച് സ്റ്റിക്കി ആയിട്ട് നല്ല ലൂസായിട്ട് വേണം. അപ്പോൾ അതാണ് ഞാൻ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. ഞാൻ നല്ല കുറച്ച് വാഴയില ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വാഴയിലയാണ് കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള വാഴയിലയിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ വാഴയില ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ ഒന്ന് നനച്ച് കൊടുത്ത ശേഷം കുറച്ച് മാവ് ഇതുപോലെ എടുക്കുക. കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ മാവ് എടുക്കാനേ കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതേ രീതിയിൽ കനം കുറച്ച് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം. നമ്മളിങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇല കാണാത്ത രീതിയിൽ വേണം നമ്മൾ പരത്താനായിട്ട്. എന്നാൽ കനം കുറച്ച് വേണം നമ്മൾ പരത്തുകയും ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാവൂ കേട്ടോ. ഇതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമുക്ക് മധുരം എത്രത്തോളം ഇഷ്ടമുണ്ടെന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അവലൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഈ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇതേപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ കൂട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് ചേർത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇത് ജോയിൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരെണ്ണം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനമായി പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കാണില്ല നമ്മൾ കഴിക്കുമ്പോഴേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴേ സൈഡിലോട്ടൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിതുപോലെ സൈഡിലോട്ടൊക്കെ വെച്ച് കൊടുത്താൽ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യുമ്പോഴേ ലീക്കായിട്ട് വെളിയിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നടുഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കുക, ഒരുപാട് അങ്ങ് സൈഡിലോട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ സ്റ്റീമറിൽ വെച്ചിട്ട് ആവിയിൽ കയറ്റി അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴയ ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. ദോശക്കല്ല് ഒരു മീഡിയം ലെവലിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരെണ്ണം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് തീയൊന്നും കൂട്ടിയിടരുത്. പതുക്കെ ഇങ്ങനെ കിടന്ന് പതുക്കെ ഇത് വെന്ത് വരണം. ഇടയ്ക്ക് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിനുള്ളൊന്നും വേവാതെ ഇരിക്കും. ഇനി ഇതേപോലെ ദോശക്കല്ലിലല്ലാതെ തന്നെ മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനിച്ചട്ടിയിലോ ഒക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചട്ടുകം വല്ലതും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഒരുപാട് അമർത്തരുത് കേട്ടോ. ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ ഇത് പൊട്ടിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെളിയിലേക്ക് വരും. ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതാ ഇലയൊക്കെ ദാണ്ട് ഈ ഒരു രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെയല്ല കേട്ടോ, ഇലയൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചെയ്തെടുക്കാം. ഒന്നുകൂടി ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ആ ഇലയൊക്കെ നല്ലതുപോലെ കരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇലയൊന്നും ഒരുപാടങ്ങ് പൊട്ടിപ്പോയിട്ടില്ല. പക്ഷേ അട നല്ലതുപോലെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തിരിച്ച് മറിച്ചിട്ടിട്ട് അട ഒന്നുകൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയമെടുത്ത് തന്നെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മൾ ഇത് തീയൊന്നും കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൂടെ മാറി മാറി വെച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദാണ്ട് ഒരെണ്ണമായിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ വീടുകളിലൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ആളുകളൊന്നും ഇതൊന്നും പലപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷേ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്ടടയാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ്ട് ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അടയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് 2ഓ 3ഓ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള അടയാണ്. നമ്മുടെ നാടൻ വിഭവമാണ്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാഴയിലയൊന്നും ഒരുപാടങ്ങ് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മൾ ആ പതുക്കെ ആ ചെറിയ തീയിൽ നമ്മൾ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ ഇതൊരെണ്ണം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.